നിങ്ങളുടെ കുടുംബം ചെന്നെത്തിയിട്ടില്ലാത്തടത്ത് നിങ്ങളുടെ കുടുംബത്തെ കൊണ്ടെത്തിക്കാനാ നിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത്. മോശ മരിച്ചു, മോശ വാഗ്ദത്ത നാട്ടിലെത്തിയില്ല, ശരിയാ. പക്ഷെ മോശ മരിക്കുന്നതിന് മുൻപ് ഇനി ഒരു തിരിച്ചുപോക്കില്ലാത്ത വിധം മിസ്രൈമിൽ നിന്നൊരു ജനതയെ മുഴുവൻ വിടുവിച്ചെടുത്തിട്ടാണ് മരിച്ചത്. ചില മിസ്രൈമിൽ നിന്ന് എന്നേക്കുമായി നിന്റെ കുടുംബത്തെ മാത്രമല്ല, നിന്റെ ദേശത്തെ മാത്രമല്ല, നിന്റെ പട്ടണത്തെ, ഈ രാജ്യത്തെ മുഴുവനും ചില അന്ധ തമസിൽ നിന്ന് വിടുവിച്ചിട്ടെ. നിങ്ങൾ ചോദിക്കുക, എന്നെ കൊണ്ട് എത്ര കൂട്ടിയാ കൂടും പാസ്റ്റർ, എന്നെ കൊണ്ട് എത്രമാത്രം കഴിയും? ഞാനിവിടെ ഒരു ആരാധനയ്ക്ക് വന്ന് പുറകിലിരുന്ന് അന്യഭാഷ പറയുന്ന വെറും ഒരു സിസ്റ്ററാ. എൻ്റെ സിസ്റ്ററെ, ഒരു വെറും സിസ്റ്റർ യെസ് പറഞ്ഞതാണ് ചരിത്രം AD എന്നും BC എന്നും രണ്ടായി തിരിഞ്ഞതെങ്കിൽ, നീ ഇവിടെ വെച്ച് പറയുന്ന ഒരു യെസ്സിന് നിന്റെ കുടുംബത്തിൻ്റെ തലമുറകളുടെ മുഴുവൻ ഭാവിയെയും. DGS ദിനകരൻ എന്ന മനുഷ്യനെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ദാരിദ്ര്യം പിടിച്ച വീട്, അദ്ദേഹത്തിൻ്റെ വീടിനകത്തിൻ്റെ വീഡിയോ അദ്ദേഹം സാക്ഷ്യം പറയുമ്പോൾ കാണിക്കും. ഒരുമാതിരി ഒരു കുടിലാണോ അതുമല്ല, ഒരുമാതിരി വേസ്റ്റ് ഷെഡ് പോലത്തെ ഒരു വീട്. ആ വീട്ടിനകത്ത് നിന്ന് ആത്മഹത്യ ചെയ്യാൻ പോയ മനുഷ്യനോട് എൻ്റെ അമ്മാവൻ പറഞ്ഞു കൊടുത്തു, മോനെ യേശുവിൽ വിശ്വസിക്കടാ, യേശു നിന്നെ രക്ഷിക്കും. നിങ്ങൾക്കിന്നറിയാമോ, എൻ്റെ അനിയൻ പഠിക്കുന്നത് ആ ദൈവദാസൻ സ്റ്റാർട്ട് ചെയ്ത കോളേജിനകത്താണ്. ആ കോളേജ് ക്യാമ്പസിൽ കയറി എല്ലായിടത്തും വചനം എഴുതി വെച്ചിരിക്കുക. ഞാൻ പറയുന്നത്, ആത്മഹത്യ ചെയ്യാൻ പോയ, ജീവിതത്തിൽ ഒരു ഗതിയുമില്ലാത്ത ഒരു മനുഷ്യൻ കർത്താവിന് വേണ്ടി തിരിഞ്ഞപ്പോൾ ഇന്ന് എത്ര 1000 കുട്ടികൾ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി പൊങ്ങി വന്നു. ഇന്ന് ആ ദിനകരൻ കുടുംബത്തിൽ ആരും അതേ ദാരിദ്ര്യം കണ്ടിട്ടില്ല. ഇന്ന് 4ാം തലമുറ, ആ ദിനകരൻ്റെ മകൻ്റെ മകൻ വന്നു. 4 തലമുറ പുറത്തു വന്നു. ആ 4 തലമുറയും കണ്ടത് അനുഗ്രഹമാണ്. ആ 4 തലമുറയും കണ്ടത് ലക്ഷങ്ങൾ കൂടി നിൽക്കുന്ന ക്രൂസൈഡാണ്. ആ 4 തലമുറയും കണ്ടത് 200 ഏക്കർ എന്നീ 700 ഏക്കറായ കോളേജിന്റെ ക്യാമ്പസാണ്. ഒരൊറ്റ വ്യക്തി, when he stepped into his calling,